വിചാരിക്കുന്നത് പോലെ പക്കാ മുസ്ലിം വിരോധം എന്നല്ല. ഇവർക്ക് ലോകത്തുള്ള എല്ലാവരെയും തട്ടണം. ഇവരുടെ ഒരു ഐഡിയ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവരുടെ ബ്ലഡ് ലൈന് മാത്രം വളരെ മുന്തിയ ഇനം രക്തം, അവരുടെ ബ്ലഡ് ലൈനിലുള്ള ആൾക്കാർ മാത്രം വലിയ മുന്തിയ ജാതി എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ വലിയ ഗുണമുള്ള രക്തവും ബാക്കിയുള്ള എല്ലാവരും മരിക്കേണ്ടതാണെന്നുള്ളൊരു ഐഡിയ ആണ്. ഇവർ ഡീപോപ്പുലേഷൻ്റെ ഏറ്റവും വലിയ ചമച്ചയായിട്ട് ഇവർ ഉപയോഗിക്കുന്ന നടത്താണ് ബിൽഗേറ്റ്സ്. ബിൽഗേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊറോണ വൈറസ് മുതൽ ഇവന് വൈറസ് ഇറക്കി ഒരുപാട് ആളെ കൊന്നു, പിന്നെ അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ച ഒരുപാട് ആൾക്കാരെ കൊന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് HPV വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കി 2009 ഒരുപാട് ആൾക്കാരെ കൊന്നു. ഇപ്പം സോളാർ റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യന്റെ മേലെ അലുമിനിയം സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഒരുപാട് ഗിമിക്കുകൾ നടത്തുന്നുണ്ട്. ഇനി ആ മഴ പെയ്ത് തലയെ കൊണ്ട് ആൾക്കാർക്ക് ഇപ്പം പറയുന്നത് കേൾക്കുന്നത് പാർക്കിൻസൺ സിൻഡ്രോം, അൽഷീമേഴ്സ് പോലുള്ള രോഗങ്ങൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മരിക്കാൻ പോകുന്നുണ്ട്. ഇവർ ഇത് സ്ഥിരമായി ചെയ്യുന്ന ഇവർ ലോകത്ത് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. പലസ്തീനിൽ കൊന്നിട്ടുണ്ട്, ലിബിയയെ കൊന്നിട്ടുണ്ട്, ഇറാഖിൽ കൊന്നിട്ടുണ്ട്, ബുദ്ധിയില്ലാത്ത പാകിസ്ഥാന്റെ കയ്യിൽ കുറെ ബോംബും തോക്കുകളും കൊടുത്തുകൊണ്ട് അഫ്ഗാനിലെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഒരുപാട് കൊലപാതകങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഇറാൻ വാർ കഴിഞ്ഞാൽ തീർന്നില്ല, ഇനി പ്രശ്നമില്ലല്ലോ? നോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. ഇറാൻ വാർ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഇവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാരെ കൊന്നോണ്ടേ ഇരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു 20 വർഷം ബാക്കോട്ടേക്ക് പോയിക്കോ. 2003 ഇറാഖ് ആക്രമിക്കുമ്പോൾ എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ സെയിം ഗ്രൂപ്പ് തന്നെയാണ് അന്നും സ്പോൺസർ ചെയ്തത്. ഇവരെന്താ അന്ന് പറഞ്ഞിട്ടില്ലെന്ന് അറിയുമോ? ഇറാഖിൽ ഒരുപാട് തോന്നിവാസം നടക്കുന്നുണ്ട്, സദ്ദാമിന്റെ കയ്യിൽ അണുബോംബുണ്ട്, മറിച്ചതുണ്ട്, മറ്റേതുണ്ടെന്ന് പറഞ്ഞു. പാവപ്പെട്ടവനെ കൊന്നു, ആ രാജ്യം കുട്ടിച്ചോറാക്കി, ഒരുപാട് ഓയിലും അവിടെയുള്ള സാമഗ്രികളും കൊണ്ടുപോയി ഇവിടുന്ന്. എന്നിട്ട് ഇവരടുത്ത് ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിനൊന്നും അവർക്ക് മറുപടിയുമില്ല. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടിയുമില്ല. ഇതേ സംഭവം തന്നെയാണ് ഇവർ സിറിയയിൽ നടത്തിയത്, ഇതേ സംഭവം തന്നെയാണ് ലിബിയയിൽ നടത്തിയത്. ലിബിയയിൽ പ്രത്യേകിച്ചിട്ട് അവിടെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് വെച്ചാൽ, ലിബിയയിൽ ഇവരുടെ ആ ഗദ്ദാഫി എന്ന് പറയുന്ന ആള് ഇവരുടെ ഡോളർ ബാങ്ക് സിസ്റ്റത്തിന് വളരെ എതിരാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തോട് എന്താ ഇത്ര കയപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ലോകത്ത് എല്ലാവരെയും കൊല്ലുന്നുണ്ട്. അതിൽ സ്പെഷ്യലായിട്ട് ഇവർ മുസ്ലിം സമുദായത്തെ കൊല്ലുന്നുണ്ടെങ്കിൽ ഈ പലിശ സമ്പ്രദായം, പലിശ എന്ന് പറഞ്ഞുള്ള സാധനമാണ് ഇവരുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പലിശയാണ്. ഈ പലിശ എതിർക്കുന്ന പ്രത്യാശാസ്ത്രങ്ങൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവർക്ക് ശത്രുക്കളായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ഇവർ ശത്രുക്കളാണ്. കാരണം മുതലാളിത്ത ചൂഷണത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാ പ്രത്യയശാസ്ത്രവും ഇവർക്കെതിരാണ്. അതുകൊണ്ടാണ് ഇവർ ക്യൂബ ആക്രമിക്കുന്നത്. ക്യൂബ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ക്യൂബയിൽ ഇപ്പോൾ ഇതാ ഫുൾ ബ്ലാക്ക് ഔട്ട് ആക്കിയിട്ട് ക്യൂബ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് ഇവർ വെനിസുല പോലുള്ള രാജ്യങ്ങൾ ആക്രമിക്കുന്നത്. ഇവർക്ക് എവിടെയാണോ ഇവർക്കെതിരായിട്ട് സോ കോൾഡ് ബാങ്ക് മണി ഡെപ്റ്റ് സിസ്റ്റം വർക്ക് ചെയ്യാത്തത് എവിടെയൊക്കെയാണോ ആ രാജ്യങ്ങളൊക്കെ ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ചരിത്രം പരിശോധിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ സോ കോൾഡ് സ്റ്റോക്ക് മാർക്കറ്റ് വാർ